നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്നത് മഗധ എന്ന് പറഞ്ഞ കിങ്ഡത്തിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് മഹാജനപദ പീരീഡിൽ കണ്ടിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് അവിടുത്തെ ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പിംഗ്സിനെ കുറിച്ച് പറഞ്ഞു, വിമൻ്റെ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു, എക്കണോമിക് കോണ്ടെക്സ്റ്റ് ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 4-ാം നൂറ്റാണ്ടോ ഒരു 5-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ എമേർജായി വന്നൊരു പ്രോമിനൻറ്റ് കിങ്ഡമാണ് മഗധ. നമ്മുടെ ഇന്നത്തെ ബീഹാറിൻ്റെയൊക്കെ ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ കൃത്യം വർഷം നമുക്കറിയില്ല, സെഞ്ചുറി മാത്രമേ അറിയത്തുള്ളൂ. ഏകദേശം 4-ഓ 5-ഓ നൂറ്റാണ്ടിലോ വന്നു എന്ന് മാത്രമേ അറിയുള്ളൂ. ഇതിന്റെ കൃത്യം വർഷം നമുക്കറിയില്ല. അതിന്റെ അധികം സോഴ്സസ് നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ ചില ഹിസ്റ്റോറിക്കൽ സോഴ്സുകളിൽ പറയുന്നത് കിങ് ബൃഹദ്രഥ എന്ന് പറയുന്ന ഒരു രാജാവാണ് ഈ ഒരു കിങ്ഡം സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. വർഷം അറിയില്ല, സെഞ്ചുറി മാത്രമേ അറിയുള്ളൂ. കിങ് ബൃഹദ്രഥ എന്ന് പറയുന്നൊരു വ്യക്തി ആണ് ഈ രാജ്യം സ്ഥാപിച്ചത്. ഈ ബൃഹദ്രഥയുടെ സക്സസർ ആയിട്ട് പറയുന്ന ഒരാളാണ് ജരാസന്ധൻ. നിങ്ങൾ മഹാഭാരത കഥകളിൽ കേട്ടിട്ടുണ്ടാവും ഭീമനാണ് ജരാസന്ധനെ വധിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ജരാസന്ധൻ വാസ് സക്സസർ ഓഫ് ബൃഹദ്രഥ. അപ്പൊ ഈ രണ്ട് പേരുകൾ നമ്മൾ പുരാണ കഥകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷേ വലിയ ഇൻഫർമേഷൻ ഒന്നും അവൈലബിൾ അല്ല. ഈ മഗധൻ കിങ്ഡം ഒരു 4-5 നൂറ്റാണ്ട് കാലഘട്ടമായപ്പോഴാണ് കുറച്ച് പ്രോമിനൻ്റ് ആയി വന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഈ റൂളേഴ്സ് പലരും കൊല്ലപ്പെടും, ഈ റൂളേഴ്സ് പലരും നശിച്ചു പോകും. അപ്പോൾ ഈ സമയങ്ങളിൽ ഈ മഗധ ബേസ് ചെയ്തുകൊണ്ട് പല പല ഡൈനാസ്റ്റീസ് പതുക്കെ എമേർജ് ആയി തുടങ്ങി. പണ്ട് ബൃഹദ്രഥ ഉണ്ടാക്കിയ മഗധൻ കിങ്ഡം ഉണ്ടായിരുന്നു, അത് ഏകദേശം തകർന്നു തുടങ്ങി. പക്ഷേ പുതിയ പുതിയ ഡൈനാസ്റ്റീസ്, പുതിയ പുതിയ ഫാമിലീസ് ഈ മഗധയിൽ പ്രോമിനൻ്റ് ആയിട്ട് എമേർജ് ആവുകയും അവരവിടെ ചെറിയ ചെറിയ രാജ്യങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് പല പല ഡൈനാസ്റ്റീസിനെ കമ്പൈൻ ചെയ്താണ് നമ്മൾ പറയുന്നത്. സ്ലേവ് ഡൈനാസ്റ്റി, ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി അല്ലെ. ഇതുപോലെ പല പല ഫാമിലീസ് അവിടെ എമേർജ് വരുന്നു, അവർ പ്രോമിനൻ്റ് ആവുന്നു. ദേ ഫോംഡ് സം ഡൈനാസ്റ്റീസ് ദെയർ. ഓക്കെ, ഈ മഗധ ബേസ് ചെയ്ത് വരുന്ന ആദ്യത്തെ ഡൈനാസ്റ്റിയാണ് ഹരിയങ്ക ഡൈനാസ്റ്റി. ഹരിയങ്ക ഡൈനാസ്റ്റി, ഫസ്റ്റ് ഡൈനാസ്റ്റി. ബൃഹദ്രഥയുടെ ഡൈനാസ്റ്റി അല്ല ഇത്. അവർക്കൊക്കെ ശേഷം വന്നിട്ടുള്ള ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഡൈനാസ്റ്റി വാസ് ഹരിയങ്ക ഡൈനാസ്റ്റി. ഹരിയങ്കയ്ക്ക് ശേഷം എമേർജായി വന്ന ഡൈനാസ്റ്റി ഈസ് ശിശുനാഗ ഡൈനാസ്റ്റി. ദ തേർഡ് ഡൈനാസ്റ്റി ഈസ് നന്ദ ഡൈനാസ്റ്റി. നന്ദ, NANDA, നന്ദ ഡൈനാസ്റ്റി. ഓക്കെ, നോക്കുക. നന്ദ ഡൈനാസ്റ്റി. ഓക്കെ, ദസ് ഹരിയങ്ക ഡൈനാസ്റ്റി, ശിശുനാഗ ഡൈനാസ്റ്റി, നന്ദ ഡൈനാസ്റ്റി. ഇവർക്കും ശേഷം ഈ മഗധ ബേസ് ചെയ്ത് വന്നിട്ടുള്ളവരാണ് മൗര്യൻസ്. മൗര്യൻ എംപയർ ഒക്കെ സ്ഥാപിച്ചില്ലേ. ഇവരെല്ലാം ഈ മഗധ ബേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഡൈനാസ്റ്റീസ് ആണ്. ഇപ്പൊ സ്റ്റാർട്ടിങ് വിത്ത് ഹരിയങ്കാസ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഹരിയങ്ക ഡൈനാസ്റ്റിയെ കുറിച്ചാണ്. ഏകദേശം 544 BC കാലഘട്ടങ്ങളിൽ എന്ന് പറയുമ്പോൾ ഒരു 6-ാം നൂറ്റാണ്ടിൽ 6th century BC കാലഘട്ടങ്ങളിൽ മഗധ ബേസ് ചെയ്ത് ഭരിച്ചു തുടങ്ങിയ ഡൈനാസ്റ്റിയാണ് ഹരിയങ്ക ഡൈനാസ്റ്റി. ഈ ഹരിയങ്ക ഡൈനാസ്റ്റിയിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് ആദ്യം കയറി വന്ന ആളാണ് ബിംബിസാര. പുള്ളിയാണോ ഇതിന്റെ ഫൗണ്ടർ എന്നുള്ള കാര്യം ഇന്നും നമുക്കറിയില്ല. പക്ഷേ ഈ ഹരിയങ്ക ഡൈനാസ്റ്റിയിൽ ആദ്യത്തെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ള രാജാവാണ്. ദ മോസ്റ്റ് പോപ്പുലർ കിങ് ആയിട്ട് പറയപ്പെടുന്ന വ്യക്തിയാണ് ആദ്യത്തെ ബിംബിസാര. ഓക്കെ, ഈ ബിംബിസാരെ പല പല ടൈറ്റിലുകളിൽ അറിയപ്പെടാറുണ്ട്. ഫോർ എക്സാമ്പിൾ ചില ജെയിൻ ടെക്സ്റ്റുകളിലൊക്കെ പുള്ളിയെ കിങ് ശ്രേണിക ഓഫ് രാജ്ഗീർ എന്നാണ് പറയുന്നത്. രാജ്ഗീർ അഥവാ രാജഗൃഹ, അന്നത്തെ മഗധയുടെ ക്യാപിറ്റലാണ് രാജഗൃഹ. ഇപ്പൊ കിങ് ശ്രേണിക എന്നാണ് ബിംബിസാരെ പല ടൈറ്റിലുകളിലായിട്ട് വിളിക്കുന്ന പല ജെയിൻ ടെക്സ്റ്റുകളിലൊക്കെ പറയപ്പെടുന്നത്. ആൻഡ് ഹി വാസ് ഓൾസോ എ കണ്ടംപററി ഓഫ് ബുദ്ധ ആൻഡ് വർത്തമാന മഹാവീര. വർത്തമാന മഹാവീരയുടെയും ഗൗതമ ബുദ്ധന്റെയും കണ്ടംപററി ആയിരുന്നു ബിംബിസാര. ഓക്കെ, ഇവർ തമ്മിൽ ചെറിയൊരു ഫാമിലി റിലേഷൻ ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി ബുദ്ധനും ബിംബിസാരും തമ്മിലൊക്കെ ചെറിയ തരത്തിലെ ഫാമിലി റിലേറ്റീവ്സ് കൂടിയാണ്. ബട്ട് ദേ വർ ഓൾസോ കണ്ടംപററി. ആൻഡ് ബിംബിസാര ജൈനമതം സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് ചില ജെയിൻ ടെക്സ്റ്റുകളിൽ പറയുന്നത്. അതുപോലെ തന്നെ ചില ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ പറയുന്നത് എന്താ, പുള്ളി ബുദ്ധമതം സ്വീകരിച്ചു എന്നും പറയുന്നുണ്ട്. ഏതാണ് ശരിക്കുള്ളതെന്ന് നമുക്കറിയില്ല. പക്ഷേ
നോക്കി വെക്കുക, ഹി വാസ് എ കണ്ടംപററി ഓഫ് ബുദ്ധ ആൻഡ് വർത്തമാന മഹാവീരൻ. രണ്ടുപേരും കണ്ടംപറീസ് ആണല്ലോ, ബുദ്ധനും മഹാവീരനും കണ്ടംപറീസ് ആണ്. അപ്പൊ അവർക്ക് ഒരേ സമയത്ത് ജീവിച്ചിരുന്ന ആളാണ് ബിംബിസാര. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ പുള്ളിക്ക് രാജ്യം നഷ്ടപ്പെടും. പുള്ളിയുടെ സ്വന്തം മകനായിട്ടുള്ള അജാതശത്രു പുള്ളിയെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്യും. സ്വന്തം അച്ഛനെ ജയിലിലാക്കുകയും രാജ്യം പിടിച്ചെടുക്കുകയും ചെയ്യും. മകന്റെ പേരാണ് അജാതശത്രു. ഓക്കെ, അന്ന് ജയിലിൽ കിടക്കുന്ന സമയത്താണ് ബിംബിസാര മരിക്കുന്നത്. അജാതശത്രുവിന്റെ ജയിലിൽ കഴിയുന്ന സമയത്താണ് ബിംബിസാര മരിക്കുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഓക്കെ, ഈ ബിംബിസാരയുടെ കാലഘട്ടത്തിൽ എക്സ്പാൻഷൻ ഓഫ് കിങ്ഡം നടന്നിരിക്കുന്നത് കൂടുതലും മാട്രിമോണിയൽ അലയൻസ് വഴിയാണ്. എന്ന് വെച്ചാൽ പുള്ളിക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു. 4 രാജ്യങ്ങളിലെ രാജകുമാരിമാരാണ്. അപ്പൊ കല്യാണം കഴിക്കുമ്പോൾ ഡൗറി ലഭിക്കുമല്ലോ. ഡൗറി ആയിട്ട് പ്രോപ്പർട്ടി ആയിരിക്കില്ല കിട്ടുക, പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ കിങ്ഡംസ് എല്ലാം ഒറ്റ ഗ്രൂപ്പായിട്ട് പുള്ളി അങ്ങ് അനക്സ് ചെയ്തെടുക്കും. അത് മാട്രിമോണിയൽ അലയൻസ് വഴിയാണ് കൂടുതലും എക്സ്പാൻഷൻ നടന്നിരിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കോസല കിങ്ഡത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അന്ന് കോസല രാജ്യം ഭരിച്ചിരുന്ന പ്രസഞ്ജിത്ത് എന്ന് പറഞ്ഞ രാജാവുമായിട്ട് ചെറിയൊരു അലയൻസ് ഒക്കെ ഫോം ചെയ്യും. ആ രാജാവിന്റെ സഹോദരിയെ കോസല ദേവിയെ ഈ ബിംബിസാര വിവാഹം ചെയ്യും. ഓക്കെ, അപ്പോൾ കോസല ദേവിയെ വിവാഹം ചെയ്തതോടുകൂടി ആ പ്രദേശങ്ങൾ പതുക്കെ മഗധൻ എംപയറിന്റെ ഭാഗമായിട്ട് മാറും. എല്ലാമല്ല, കുറച്ച് ഭാഗങ്ങൾ. അതുപോലെ ചെല്ലന അനന്തര ഒരു പ്രിൻസസ് ആണ്. ലിച്ചവി എന്നൊരു ക്ലാൻ ഉണ്ട്. നമ്മൾ വാജി കോൺഫെഡറസിയെ കുറിച്ച് പറഞ്ഞില്ലേ, 8 ക്ലാനുകളുടെ കോമ്പിനേഷൻ വാജി കോൺഫെഡറസി. അതിൽ 8 ക്ലാനുകളിൽ ഒരു ക്ലാനാണ് ഈ ലിച്ചവി എന്ന് പറയുന്നത്. ആ ലിച്ചവി ക്ലാനിലെ പ്രിൻസസ് ആയിരുന്നു ചെല്ലന. ദെൻ 3ാമത്തെ ഭാര്യയാണ് വസവി. വിദേഹ എന്ന് പറയുന്ന ഒരു അത് മഹാജനപദയല്ല, ചെറിയൊരു ജനപദ മാത്രമാണ്. അതിലെ രാജകുമാരിയെ വിവാഹം ചെയ്യുന്നുണ്ട്. മാദ്രയിലെ പ്രിൻസസ് ആയിരുന്ന ഖേമയെ കല്യാണം കഴിക്കുന്നുണ്ട്. മാദ്രയും ഒരു ജനപദയാണ്, ഇറ്റ് ഈസ് നോട്ട് എ മഹാജനപദ. അപ്പൊ ഇങ്ങനെ എക്സ്പാൻഷൻ നടത്തുന്ന എല്ലാം ത്രൂ മാട്രിമോണിയൽ അലയൻസ് ആണ്. ഇനി ഒരു യുദ്ധം വഴി പിടിച്ചെടുത്ത ഒരേ ഒരു പ്രദേശമേ ഉള്ളൂ, അത് അംഗരാജ്യമാണ്. ഇന്നത്തെ ബീഹാറിന്റെ ഭാഗമായിട്ടുള്ള അങ്ക, ക്യാപിറ്റൽ ചെമ്പ. അത് മാത്രമാണ് ഒരു കോൺക്വസ്റ്റ് വഴി പിടിച്ചെടുത്തിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ ജയിലിൽ കടന്ന് ബിംബിസാര മരിക്കുന്നുണ്ട്. അടുത്ത രാജാവായിട്ട് ഹര്യങ്ക ഡൈനാസ്റ്റിയിൽ കയറുന്നത് സ്വന്തം മകനാണ് അജാതശത്രു. അജാതശത്രുവിനെ കുനിക എന്നും ചില ടെക്സ്റ്റ് ബുക്കുകളിൽ പറയാറുണ്ട്. കുനിക തുടക്കത്തിൽ വളരെ ക്രൂവലായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ആൻഡ് ഹി വാസ് ഓൾസോ എ കണ്ടംപററി ഓഫ് ബുദ്ധ. ഗൗതമ ബുദ്ധന്റെ ഒരു കണ്ടംപററി തന്നെയായിരുന്നു അജാതശത്രു. ഓക്കെ, ബുദ്ധൻ മരിക്കുന്നത് അജാതശത്രുവിന്റെ സമയത്താണ്. ബുദ്ധൻ മരിക്കുന്നതും ഈ സമയത്താണ്. അപ്പൊ തുടക്കത്തിൽ വളരെ ക്രൂവലായിട്ടൊരു മനുഷ്യനായിരുന്നു. സ്വന്തം അച്ഛനെ വരെ ജയിലിലടച്ചു. അങ്ങനെ അച്ഛൻ നടന്ന് മരിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ബുദ്ധനുമായിട്ട് കാണാനിട വന്നു. ബുദ്ധൻ കുറെ ടീച്ചിങ്സ് അജാതശത്രുവിനെ പഠിപ്പിച്ച് നൽകിയിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് ബുദ്ധൻ മരിക്കുന്നത്. അപ്പോൾ ബുദ്ധൻ മരിച്ചതിന് ശേഷം അജാതശത്രു വാസ് കൺവേർട്ടഡ് ടു ബുദ്ധിസം എന്നാണ് പറയപ്പെടുന്നത്. ബുദ്ധൻ മരിച്ചതിന് ശേഷം ദിസ് അജാതശത്രു വാസ് കൺവേർട്ടഡ് ടു ബുദ്ധിസം. ഓക്കെ, ബിംബിസാറിന്റെയും ചെല്ലനേയും മകനായിട്ട് ജനിക്കുന്നു. മഗധൻ സാമ്രാജ്യത്തിനെ ബിംബിസാറേക്കാളും കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോയതൊക്കെ അജാതശത്രുവാണ്. ഓക്കെ, പണ്ട് കോസല ഭാഗത്തെ പ്രസഞ്ജിത്തുമായിട്ട് പുള്ളിക്ക് ചെറിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു. കുറേ ഭാഗങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ 2 ആർമിക്ക് വേണ്ടിയിട്ടുള്ള 2 ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഈ 2 വെപ്പൺസ്, ഇത് നിങ്ങൾ ബാഹുബലി സിനിമയിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇതിനെ രഥമുശാല എന്ന് വിളിക്കും. രഥമുശാല. ഓക്കെ, ബാഹുബലി സിനിമയിലെ ബല്ലാൽ ദേവൻ ഉപയോഗിച്ചിരുന്ന ഫ്രണ്ടിലൊരു ചെറിയൊരു ബ്ലേഡ് ഒക്കെ ഉള്ള അല്ലെ, ഹെലികോപ്റ്റർ ബ്ലേഡ് ഒക്കെ ഉള്ളൊരു എക്യുപ്മെന്റ് ആണ്. ആൻഡ് ദിസ് ഇസ് കാറ്റപ്പിൾട്ട് ആണ്. ഇതിനെ മഹാശിലാകാന്തക എന്ന് പറയും. മഹാശിലാകാന്തക. ശില മീൻസ് കല്ല് അല്ലെ. ഇപ്പൊ കല്ലുകൾ എറിയുന്ന മെഷീൻ. ഇത് രണ്ടും കണ്ടുപിടിച്ചത് തന്നെ അജാതശത്രു ആണെന്നാണ് പറയപ്പെടുന്നത്. രഥമുശാല ആൻഡ് മഹാശിലാകാന്തക. ആൻഡ് രഥമുശാല. ആൻഡ് ഹി വാസ് കൺവേർട്ടഡ് ടു ബുദ്ധിസം.
ബുദ്ധമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമല്ല ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്തതും അജാതശത്രുവാണ്. ബുദ്ധൻ മരിച്ചതിന് ശേഷം ചില ബുദ്ധിസ്റ്റ് കൗൺസിൽസ് രൂപീകരിച്ചിട്ടുണ്ട്. ബുദ്ധമതത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫോം ചെയ്യപ്പെട്ട അസോസിയേഷൻസ്, അതിനാണ് കൗൺസിലുകൾ എന്ന് പറയുന്നത്. ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നിരിക്കുന്നത് 483 BC-ലാണ്. ബുദ്ധൻ മരിച്ചത് അതേ വർഷം തന്നെ. ബുദ്ധൻ മരിച്ച ദിവസങ്ങൾക്ക് ശേഷം നടത്തിയതാണ് ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ. 483 BC-ലാണ് നടക്കുന്നത്. രാജഗൃഹ എന്ന് പറയുന്ന അന്നത്തെ മഗധയുടെ ക്യാപിറ്റലിൽ വെച്ചാണ് ഈ ഒരു ഇത് നടക്കുന്നത്. രാജഗൃഹ വാസ് ദി ക്യാപിറ്റൽ ഓഫ് മഗധ. സോ അവരുടെ ആ ക്യാപിറ്റൽ വെച്ച് 483 BC-ൽ നടന്നിട്ടുള്ളതാണ് ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ. നോട്ട് ചെയ്ത് വച്ചേക്കുക. പാടലി ഗ്രാമം അഥവാ പാടലിപുത്ര എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടാക്കിയെടുത്തതും അജാതശത്രുവാണെന്നാണ് പറയപ്പെടുന്നത്. പാടലിപുത്ര ആ സമയത്ത് ക്യാപിറ്റൽ ആയില്ല. ക്യാപിറ്റൽ എപ്പോഴും രാജഗൃഹ തന്നെയാണ്. പക്ഷേ പാടലി ഗ്രാമം ലേറ്റർ ഇറ്റ് കെയിം ടു ബി നോൺ ആസ് പാടലിപുത്ര. ഇത് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ലൊക്കേഷൻ, ഈ ഒരു സ്ഥലം ഉണ്ടാക്കിയെടുത്തതും അജാതശത്രുവാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യം ബിംബിസാര, ദെൻ അജാതശത്രു,